കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ ശ്രുതിയുടെ വ്യാജ 498A എന്ന് പറയുന്ന കേസുമായി ബന്ധപ്പെട്ടുള്ള വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഈ പെൺകുട്ടിയുടെ ഒരു കൂട്ടുകാരി ഈ ശ്രുതിക്ക് അനുകൂലമായിട്ട് ഒരു മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു. ആ മൊഴി ഇങ്ങനെയായിരുന്നു: ഈ ശ്രുതിയുടെ ഭർത്താവ് ഈ പെൺകുട്ടീനെ വാട്സപ്പിൽ തെറി വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ് അയച്ചത്. അപ്പോൾ അത് തെറി വിളിച്ചു എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നത് ഒരു പെൺകുട്ടീനെ അപമാനിച്ചു എന്നും ഭർത്താവിൻ്റെ സ്വഭാവം വളരെ മോശമാണെന്നും ഇയാൾക്ക് സംസ്കാരമില്ല എന്നും തെറി പറയുവാനും ദേഷ്യപ്പെടുവാനും അങ്ങനെയൊക്കെയുള്ള ഒരു അല്ലെങ്കിൽ പെണ്ണ് എന്നുള്ളൊരു പരിഗണന പോലും കൊടുക്കാത്ത ഒരു വ്യക്തിയാണ് എന്നൊക്കെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പെൺകുട്ടിയുടെ കൂട്ടുകാരിയുടെ മൊഴി അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പെൺകുട്ടി മൊഴി കൊടുത്തതുകൊണ്ട് അവളെ വിസ്തരിക്കുവാനായിട്ട് അടുത്തതായിട്ട് സമൻസ് പോയത് ഈ കൂട്ടുകാരിക്കായിരുന്നു. അപ്പോൾ നമുക്ക് കൂട്ടുകാരിയുടെ വിസ്താരവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. പ്രത്യേകം മനസ്സിലാക്കുക, അപ്പോൾ ഇവിടുത്തെ വില്ലൻ ആരാണ്? ശ്രുതിയുടെ ഭർത്താവാണ്. എന്താണ് അയാൾ ചെയ്ത തെറ്റ്? ശ്രുതി ഇല്ലാത്ത സമയത്ത് ശ്രുതിയുടെ കൂട്ടുകാരിനെ വാട്സപ്പ് വഴി ചീത്ത പറഞ്ഞു, തെറി വിളിച്ചു എന്നുള്ളതാണ് ഇയാൾക്കെതിരെ ഇപ്പോൾ നിലവിലുള്ള കുറ്റം. ഇനി വിചാരണ കഴിയുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. ആസ് യൂഷ്വൽ APP ഈ പെൺകുട്ടീനെ ജസ്റ്റ് ഒന്ന് പെരിഫറലായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ആ ചോദിച്ച ചോദ്യങ്ങളൊക്കെ എൻ്റെ ഭർത്താവ് തെറി പറഞ്ഞു, ചീത്ത പറഞ്ഞു, വളരെ മോശം ഭാഷയിൽ മെസ്സേജ് ചെയ്തു എന്നൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ള മൊഴികൾ. അപ്പോൾ അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചു. അതിനുശേഷം നമ്മുടെ ഈ ശ്രുതിയുടെ ഭർത്താവിൻ്റെ വക്കീൽ ഈ പെൺകുട്ടീനെ ചോദ്യം ചെയ്യുവാനായിട്ട് പോവുകയാണ്. ചോദ്യങ്ങൾ ഇതൊക്കെയായിരുന്നു. ശ്രുതി ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ശ്രുതിയുമായിട്ട് എത്ര വർഷത്തെ അല്ലെങ്കിൽ എന്ന് മുതലാണ് പരിചയപ്പെട്ടിട്ടുള്ളത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ അതിന് പറഞ്ഞ മറുപടി ഇതാണ്: ഞങ്ങൾ PGക്ക് MA ഹിസ്റ്ററി PhD ചെയ്യുന്ന സമയത്താണ് ആദ്യമായി കണ്ടെത്തിയിട്ടുള്ളത്. അന്ന് മുതലുള്ള പരിചയമാണ് എന്ന് മാത്രമല്ല ഈ പെൺകുട്ടിക്ക് ശ്രുതിക്ക് 2 മൊബൈൽ ഫോൺ നമ്പറുകൾ ഉണ്ട് എന്നും കൂടാതെ വാട്സപ്പുള്ള മൊബൈൽ ഫോണാണെന്നും അതുവഴി ഞങ്ങൾ ചാറ്റ് ചെയ്യാറുണ്ട്, സംസാരിക്കാറുണ്ട്, വിളിക്കാറുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട് എന്നും ഈ പെൺകുട്ടി മൊഴി നൽകുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ് നമ്മുടെ വക്കീൽ ചോദിച്ചത്: അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ കല്യാണം കഴിഞ്ഞതും അവൾ ഗർഭിണിയായി പോയ കാര്യവും നിങ്ങൾക്ക് അറിയുമോ എന്നാണ് ചോദിച്ചത്. മറുപടിയായിട്ട് ഈ പെൺകുട്ടി പറഞ്ഞ എന്താണ്: കല്യാണത്തിന് ഞങ്ങൾ കൂടിയിട്ടുണ്ട്, വരൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്, പെൺകുട്ടി ഗർഭിണിയായി തിരിച്ച് അവളുടെ സ്വന്തം വീട്ടിലേക്ക് പ്രസവത്തിന് പോയ കാര്യവും ഈ പെൺകുട്ടിക്ക് കൂട്ടുകാരിക്ക് അറിയാം എന്നാണ് മൊഴി കൊടുത്തത്. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്: അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ശ്രുതിയുടെ ഭർത്താവ് താങ്കൾക്കെതിരെ അല്ലെങ്കിൽ പെൺകുട്ടിക്കെതിരെ മോശമായ രീതിയിൽ സംസാരിച്ചിട്ടുള്ളത് അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പെൺകുട്ടി അതെ എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ച ചോദ്യം ഇതായിരുന്നു: അങ്ങനെയാണെങ്കിൽ ആ സാഹചര്യം ഒന്ന് വിശദീകരിക്കുവാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ പെൺകുട്ടി ഒന്നും മിണ്ടിയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ സീനിയർ വക്കീൽ പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ ചോദിക്കാം. ആ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാഹചര്യം കറക്റ്റായിട്ട് വരും. ചോദ്യം ഇതാണ്: അതായത് ഈ പെൺകുട്ടി ശ്രുതി എന്ന് പറയുന്ന പെൺകുട്ടി പ്രസവത്തിന് അവളുടെ വീട്ടിലേക്ക് പോയ വിവരം അറിഞ്ഞ നിങ്ങൾ, ശ്രുതിക്ക് 2 മൊബൈൽ ഫോൺ നമ്പറുകൾ ഉണ്ട് അറിയാവുന്ന നിങ്ങൾ, എന്തിനാണ് ശ്രുതിയുടെ ഭർത്താവിൻ്റെ മൊബൈലിലേക്ക് ആദ്യമായി മെസ്സേജ് അയച്ചത്? ഇതാണ് ചോദ്യം. അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരമില്ല. അപ്പോൾ വക്കീൽ പറഞ്ഞു, നിങ്ങൾ മെസ്സേജ് അയച്ചു എന്ന് പറയുന്നത് ഒരു ഗുരുതരമായൊരു വിഷയമൊന്നുമല്ല. നമുക്ക് ആരുടെ മൊബൈൽ ഫോണിലേക്ക് വേണമെങ്കിലും മെസ്സേജ് അയക്കാം. പക്ഷേ പരിചയമില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് അറിയാത്ത ഒരാളിലേക്ക് നമ്മളൊരു മെസ്സേജ് ആദ്യമായിട്ട് അയക്കുമ്പോൾ ഞാൻ ആരാണ്, അല്ലെങ്കിൽ എൻ്റെ പേര് എൻ്റെതാണ്, എനിക്ക് എന്താണ് എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കില്ലേ? ഈ ഇൻട്രൊഡക്ഷൻസ് ഒന്നും കൊടുക്കാതെ നിങ്ങൾ എന്തിനാണ് ഈ പറയുന്ന ശ്രുതിയുടെ ഭർത്താവിൻ്റെ മൊബൈൽ ഫോണിലേക്ക് മെസ്സേജ് അയച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ ഉത്തരമില്ല. അപ്പോൾ ചോദിച്ച അടുത്ത ചോദ്യം ഇതാണ്: നിങ്ങൾ മെസ്സേജ് അയച്ചു, മെസ്സേജ് കണ്ടതിന് ശേഷം ഈ ശ്രുതിയുടെ ഭർത്താവ് എന്താണ് തിരിച്ച് റിപ്ലൈ തന്നത് എന്ന് ചോദിച്ചു. റിപ്ലൈ ചോദിച്ചപ്പോൾ പെൺകുട്ടി പറഞ്ഞു, ആരാണ് നിങ്ങൾ, ഹൂ ആർ യു എന്നുള്ളതാണ് ഫസ്റ്റ് ചോദിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ വക്കീൽ പറഞ്ഞു, ഹൂ ആർ യു എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ ആരാണ് എന്ന് ഡെഫിനറ്റ്ലി അയാൾക്ക് അറിയാത്തത് കൊണ്ടാണ് ഹൂ ആർ യു എന്നുള്ളൊരു ചോദ്യം വന്നിട്ടുള്ളത്. അതിന് നിങ്ങൾ മറുപടി കൊടുത്തോ എന്ന് ചോദിച്ചു.
അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു മറുപടി കൊടുത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ മറുപടി കൊടുക്കാതെ വന്നപ്പോൾ നെക്സ്റ്റ് വന്ന മെസ്സേജ് എന്തായിരുന്നു, ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള നെക്സ്റ്റ് മെസ്സേജ് എന്തായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അയാൾ പറഞ്ഞു അറിയൂ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. റിപ്ലൈ കിട്ടാനായപ്പോൾ അയാൾക്ക് ദേഷ്യം വന്നിട്ടുണ്ടാകാം. അയാൾ ഉടൻ തന്നെ മറുപടി പറഞ്ഞു അറിയൂ ബാസ്റ്റഡ് എന്നാണ് സെക്കൻഡ് മെസ്സേജായിട്ട് വന്ന മറുപടി. അതായത് മനസ്സിലായില്ല, അറിയൂ ബാസ്റ്റഡ്. ആദ്യം അറിയൂ വന്നു, മെസ്സേജ് കിട്ടിയില്ല. അപ്പോൾ അറിയൂ ബാസ്റ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ മെസ്സേജ് വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ടും നിങ്ങൾ ആരാണ് എന്നുള്ളത് വെളിപ്പെടുത്തിയോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവള് പറഞ്ഞു വെളിപ്പെടുത്തിയില്ല എന്ന പേരാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ചോദിച്ചു നിങ്ങളപ്പോൾ എന്തുകൊണ്ട് അത് വെളിപ്പെടുത്തിയില്ല, അത് മോശമായിട്ടുള്ളൊരു കാര്യമല്ലേ? അപ്പോൾ ഈ പെൺകുട്ടിക്ക് അതിൽ പ്രത്യേകിച്ച് ഉത്തരവൊന്നുമില്ല. അപ്പോൾ അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. പിന്നീട് ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു വിധത്തിലുള്ള മെസ്സേജുകളും വന്നില്ല. പകരം ഞാൻ എന്ത് ചെയ്തു, ഹൂ ആർ യു ബാസ്റ്റഡ് എന്ന് പറയുന്ന ഭാഗം തൊട്ടുള്ള സ്ക്രീൻഷോട്ടിൻ്റെ ആ പോർഷൻ കട്ട് ചെയ്ത് എടുത്തിട്ട് അത് ഞാൻ എന്ത് ചെയ്തു, ശ്രുതിയുടെ മൊബൈൽ ഫോണിലേക്ക് അയച്ച് കൊടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു നിൻ്റെ ഭർത്താവ് എന്തൊരു മഹാച്ചറ്റയാണ്, എന്നെ ഞാൻ ഒരു പെണ്ണിനെ ഇതുപോലേക്ക് യു ബാസ്റ്റഡ് എന്ന് വിളിക്കുവാനായിട്ട് നിൻ്റെ ഭർത്താവ് ഇത്രയും തരം താഴ്ന്ന സംസ്കാരമില്ലാത്ത ഒരു വ്യക്തിയാണോ എന്നുള്ള രീതിയിലൊക്കെയാണ് എന്ത് പറയണത് ഈ പെൺകുട്ടി ശ്രുതിയുടെ മൊബൈലിലേക്ക് മെസ്സേജ് അയച്ചതെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ശ്രുതിക്ക് എന്ത് ചെയ്തു, ഫീൽ ചെയ്തു. എന്ത് പറഞ്ഞുകൊണ്ട് എൻ്റെ സുഹൃത്തിനെ തെറി പറഞ്ഞു, ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിക്ക് ഭർത്താവിനോടാണ് റിവെഞ്ച് വന്നിട്ടുള്ളത്. പക്ഷെ സത്യത്തിൽ എന്താണ് സംഭവിക്കേണ്ടത്, ഞാനിവിടെ ഇല്ലാത്ത ശ്രുതി വീട്ടിലില്ലാത്ത സമയത്ത് ഒരു ഭർത്താവിൻ്റെ മൊബൈലിലേക്ക് അവളുടെ കൂട്ടുകാരി ഒരു മെസ്സേജ് അയക്കുമ്പോൾ ഈ ഭർത്താവ് എന്ന് പറഞ്ഞ വ്യക്തി ഒരു കോഴിയാണ് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ടും സംഭവിക്കും അവളുമായിട്ട് ചങ്ങാത്തം കൂടുവാനും ആ ചങ്ങാത്തം പല രീതിയിലേക്ക് ഡീവിയേറ്റ് ചെയ്യിപ്പിക്കുവാനുമാണ് പ്രോബിലിറ്റി ഉള്ളത്. പക്ഷെ ഭർത്താവ് എന്താ ചെയ്തത്, ഭാര്യ അടുത്തില്ല എന്ന് അറിഞ്ഞിട്ട് പോലും ഇയാൾ എന്ത് ചെയ്തു, ഒരു വിധത്തിലും ഈ പെൺകുട്ടീനെ എന്ത് ചെയ്യാനായിട്ട് പോയില്ല. ആദ്യത്തെ തെറി പറഞ്ഞു എന്നതൊഴിച്ച് പിന്നീട് അവളെ ഫോളോ അപ്പ് ചെയ്യുവാനായിട്ട് പോയില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ശരിക്കുള്ള ഹൈലൈറ്റ് എന്ന് പറയണത്. മനസ്സിലായില്ലേ? അപ്പോൾ അത് ഇവിടെ ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പെൺകുട്ടി എന്ത് ചെയ്തു, ശ്രുതി എന്ത് ചെയ്തു, ഈ ഹസ്ബൻഡിനെ ഫോൺ വിളിച്ചിട്ട് നീ എൻ്റെ കൂട്ടുകാരിനെ തെറി പറഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയക്കുകയും അതിൻ്റെ പുറത്ത് ശ്രുതിയും ഈ ഭർത്താവും തമ്മിൽ കശപിശ ഉണ്ടാവുകയുമാണ് പിന്നീട് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പം നമ്മുടെ വക്കീൽ പറഞ്ഞു നമുക്ക് ഒരു കാര്യം ചെയ്യണം, ഈ മെസ്സേജിൻ്റെ ആധികാരികത ചെക്ക് ചെയ്യുവാനായിട്ട് നമുക്ക് ഈ പെൺകൊച്ചിൻ്റെ മൊബൈൽ ഫോൺ നമുക്ക് സൈബർ സെല്ലിൽ കൊടുത്തിട്ട് ആ വാട്സപ്പ് ചാറ്റ് നമുക്ക് എന്ത് ചെയ്യണം, റിക്കവർ ചെയ്യണം. കാരണം ഈ സ്ക്രീൻഷോട്ട് കൃത്രിമമായി ഉണ്ടാക്കിയതാണോ അല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് സൈബർ സെല്ലിൽ കൊടുത്തിട്ട് റിക്കവർ ചെയ്യണം, ഒറിജിനൽ ചാറ്റ് റിക്കവർ ചെയ്യണമെന്ന് കോടതിയോട് അപേക്ഷിക്കാനുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു അയ്യോ സാറേ അങ്ങനെ ചെയ്യാൻ പാടില്ല, അതങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് എൻ്റെ പേഴ്സണൽ ലൈഫിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ്, എനിക്ക് ഇതിൽ യാതൊരു വിധത്തിലുള്ള പരാതികളും ഒന്നുമില്ല, എൻ്റെ മാപ്പ് സാക്ഷിയാക്കണം എന്നൊക്കെയും പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടി കോടതിയിൽ പൊട്ടിക്കരയുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കേട്ടപ്പോൾ APPയും പറഞ്ഞു എന്നാൽ ശരി ഇതിലിപ്പോൾ ബാസ്റ്റഡ് എന്നുള്ള വാക്ക് മാത്രമേ ഉച്ചരിച്ചിട്ടുള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഇത് വലിയ കാര്യമാക്കൊന്നും വേണ്ട, നമുക്കത് ഈ പെൺകൊച്ചിനെ നമുക്ക് ഈ സാക്ഷി പട്ടികയിൽ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം, വിരോധമില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് നൈസായിട്ട് സിറ്റുവേഷൻ ഒഴിവാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി ഈ കൂട്ടുകാരിയുടെ റോള് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് ഇവരോട് ആരും പറഞ്ഞു കൊടുത്തു എന്ന്, അതായത് ഭർത്താവ് മോശക്കാരനാണ് എന്ന് തെളിയിക്കുവാനായിട്ട് കുറച്ച് മസാല നമുക്ക് കൂട്ടിച്ചേർക്കാം, അതിനു വേണ്ടി ഈ പെൺകുട്ടിയുടെ മൊഴി നമുക്ക് ആഡ് ചെയ്യാം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആഡ് ചെയ്തുകൊണ്ട് നിനക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല, നീയൊരു സ്ത്രീയല്ലേ എന്നൊക്കെയാണ് പെൺകുട്ടിനെ അവർ പറഞ്ഞ് മിസ്ലീഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പക്ഷേ ഇതുപോലെയുള്ള ഒരു കോടതിയിലേക്ക് വരണമെന്നും ഒരു വിചാരണ ഇത്രയും പബ്ലിക്കായിട്ടുള്ള ആളുകളുടെ മുമ്പിൽ ഒരു വിചാരണ നേരിടണം എന്നുള്ളതൊന്നും ഈ പെൺകുട്ടിക്ക് അറിയില്ലായിരുന്നു. അത് ട്രാപ്പിൽ വിട്ടുപോയതാണ്. എനിവേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അത് അവിടെ വെച്ചുകൊണ്ട് അവസാനിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലായി, നിങ്ങൾക്ക് എതിരെ 498 പോലെയുള്ള കള്ളക്കേസുകൾ വരുമ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് മൊഴികളും കാര്യങ്ങളും FISലും FIRലും കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഇതുപോലെയുള്ള കള്ളത്തരങ്ങൾ നമ്മൾ കോടതിയിൽ നമ്മൾ വിചാരണ ചെയ്യുമ്പോഴാണ് അതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഭർത്താവ് എന്ത് ചെയ്തു, കോടതിയിൽ എന്ത് വന്നാലും കുഴപ്പമില്ല, കോടതിയിൽ അത് വിചാരണ ചെയ്യണം എന്ന് വിചാരിച്ചതുകൊണ്ട് മാത്രമാണ് ഈ കേസ് ഇതുപോലെ ആവാനായിട്ട് ഒരു കാരണമായിട്ട് മാറിയിട്ടുള്ളത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ അതുകൊണ്ട് ഒരു കേസിൻ്റെ സത്യാവസ്ഥ അറിയണമെന്നുണ്ടെങ്കിൽ അത് വിചാരണ നടന്നാൽ മാത്രമാണ് അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ ഈ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി. ഇനി നമുക്ക് പറയാനായിട്ടുള്ളത് 2 സാക്ഷികളെ വിസ്തരിക്കാനുണ്ട്. ദ റിയൽ ഡോൺ ആയിട്ടുള്ള
അടിമാലി തുളസി എന്ന് പറയുന്ന ഇവളുടെ മാമൻ, അതുപോലെ തന്നെ കേസ് അന്വേഷിച്ച ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ. ഓക്കെ, അപ്പോൾ അതെന്താണ്, അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ഒരു വിചാരണയായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.